ഈ സിനിമ വൈവിധ്യപൂർണ്ണമാർന്ന ലോകത്താകമാനമുള്ള എല്ലാ കോണ്ടിനെൻറ്റിലുള്ള ആഫ്രിക്കൻ ഡയസ്പോറയ്ക്ക് ചെയ്യുന്നത് പോലെ തന്നെ ഇവിടെയും ഈ ഫോർമൽ സ്ലേവ് കമ്മ്യൂണിറ്റി സ്വാഭാവികമായും അവരുടെ ഭാഷ ഡെവലപ്പ് ചെയ്തു. സിദ്ധി ഭാഷ എന്നാണ് പറയുന്നത്. ഈ സിദ്ധി ഭാഷ റിയൽ കൊങ്കണി അല്ല. പക്ഷേ ഈ സിദ്ധി ഭാഷ ആ തരത്തിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് ഭാഷ എന്ന നിലയിൽ ഇന്ത്യ ഗവൺമെൻറ് അംഗീകരിക്കാത്തതുകൊണ്ട് നിയറസ്റ്റ് ഓപ്രസറുടെ ലാംഗ്വേജ് ആണെങ്കിൽ പോലും കൊങ്കണിയിലേക്ക് ടാഗ് ചെയ്ത് ഞങ്ങൾ അവതരിപ്പിക്കുന്നതേ ഉള്ളൂ. ഈ ഭാഷയിലുണ്ടാകുന്ന ആദ്യത്തെ ഫിലിമാണ്, എക്സെപ്ഷണലാണ്. ഇത് ഒരു 12 വയസ്സുകാരനായ ഒരു സിദ്ധി കുട്ടിയുടെ ഒരു ആൺകുട്ടിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അവൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ചില സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് അവൻ്റെ കണ്ണിലൂടെ ഈ ഹ്യൂമൻ ട്രാഫിക്കിൻ്റെ ഇൻ്റർ ജനറേഷണൽ ട്രൂമ, ഈ അനന്തര ഈ എന്താ പറയുക, ട്രൊമാറ്റിക് ആയിട്ടുള്ള ഇവൻറ്റുകളെ ആവിഷ്കരിക്കാനാണ് ഈ സിനിമ ശ്രമിക്കുന്നത്. അതിൽ സെൻട്രൽ ക്യാരക്ടർ അവതരിപ്പിക്കുന്ന ചിന്മയ സിദ്ധി നമ്മളോടൊപ്പമുണ്ട്. പിന്നെ ആ കമ്മ്യൂണിറ്റിയിലെ ഒരു കമ്മ്യൂണിറ്റി ആക്ടിവിസ്റ്റും ആക്ടറും സോഷ്യൽ വർക്കറും സ്കോളറും ഒക്കെ ശ്രീ മോഹൻ സിദ്ധിയും നമ്മളോടൊപ്പമുണ്ട്. ഇവർ മാത്രമല്ല, കർണാടക സിനിമയിൽ തന്നെ പ്രശസ്തനായ ആക്ടറായ പ്രശാന്ത് സിദ്ധി കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ സഹായത്തോടും അതോടൊപ്പം തന്നെ ഗിരിജ സിദ്ധി പോലുള്ള മറ്റ് ആക്ടേഴ്സ് ഉണ്ട്. പിന്നെ അവിടുത്തെ സോഷ്യൽ ഈ സിദ്ധി കമ്മ്യൂണിറ്റിയുടെ നേതാക്കന്മാരായ പല ആൾക്കാരുമുണ്ട്. ശാന്തറാം സിദ്ധിയെ പോലുള്ള അവിടുത്തെ ലോക്കൽ MLC, അദ്ദേഹത്തിൻ്റെ ഒക്കെ സഹകരണത്തോടെയാണ് ഈ സിനിമ നിർമ്മിക്കപ്പെട്ടത്. ഒരു കളക്റ്റീവായിട്ടുള്ള ആ ജനതയെ ഇങ്ങനെ നീണ്ട വർഷങ്ങളുടെ അടിമത്തത്തിൻ്റെയും മർദ്ദനത്തിൻ്റെയും എത്തനോസൈഡിൻ്റെയും കൾച്ചറൽ ജനോസൈഡിൻ്റെയും ഇരകളായ ജനതയെ ഈ വിശാലമായ ഇന്ത്യയുടെ വളരെ വൈവിധ്യപൂർണമായ ഒരു എത്നിക് പാരമ്പര്യത്തിലേക്ക് കണ്ണി ചേർക്കുന്ന ഒരു ഇവൻ്റാണ് ഈ സിനിമ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഫ്രിക്കൻ ഡയസ്പോറ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഗ്രൗണ്ട് ബ്രേക്കിംഗ് മൂവ്മെൻ്റ് ആണ്. അപ്പോൾ ആ തരത്തിൽ ഈ സിനിമ IFFKയിൽ അവതരിപ്പിക്കാൻ കഴിയുന്നു, ഇൻ്റർനാഷണൽ കോമ്പറ്റീഷനിൽ തിരഞ്ഞെടുക്കപ്പെടുന്നു. ഇതൊക്കെ ഞങ്ങൾക്ക് വളരെയധികം ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ഇവൻ്റാണ്. വി ആർ പ്രൗഡ് ഓഫ് ഇറ്റ് ഈസ് ഹിയർ ആൻഡ് വി ആർ സോ താങ്ക്ഫുൾ ടു IFFK ടു ബി ഹിയർ. മോഹൻ സിദ്ധി എന്നോടൊപ്പമുണ്ട്. അദ്ദേഹത്തോട് നിങ്ങൾ കാര്യങ്ങൾ ചോദിച്ചറിയാം. അദ്ദേഹം ഇംഗ്ലീഷ് സംസാരിക്കുകയുള്ളൂ. പിന്നെ ഇതിൻ്റെ റൈറ്റിംഗ് പ്രോസസ്സ് വളരെ ദീർഘകാലത്തെ ഒരു ഗവേഷണവും രചന തപസ്യയും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ രചനകാലത്ത് ഞാൻ അങ്ങോട്ട് മൂവ് ചെയ്യുകയും അവിടെ വീടെടുത്തിട്ട് താമസിക്കുകയും ഇവരുടെയൊക്കെ വില്ലേജുകളിലാണ് ഞാൻ താമസിച്ചിരുന്നത്, വീടുകളിലാണ് താമസിക്കുന്നത്. വളരെ ആർട്ടിസ്റ്റിക്കലി വളരെ ഹൈ പ്രൊപ്പൻസിറ്റി പ്രകടിപ്പിക്കുന്ന ഒരു വിഭാഗമാണ് സിദ്ധി സമൂഹം. അവർ നാച്ചുറൽ ബോൺ ഡാൻസേഴ്സാണ്, നാച്ചുറൽ ബോൺ സിംഗേഴ്സാണ്. അപ്പം ഈ സംഗീത നടന പാരമ്പര്യം വേണ്ട വിധത്തിൽ ഇന്ത്യൻ സമൂഹത്തിൽ അംഗീകരിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷെ അതൊക്കെ ഈ സിനിമയുടെ രൂപീകരണവുമായി വളരെയധികം ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇത് വളരെ ട്രഡീഷണലായി തന്നെ ഈ സിനിമ എഴുതപ്പെടുകയും പിന്നീട് മോഹൻ ആണ് ഇത് കൊങ്കണി സിദ്ധി ഭാഷയിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ കന്നഡ സംസാരിക്കുന്ന കഥാപാത്രങ്ങളും ഈ സിനിമയിലുണ്ട്. കന്നഡയിലേക്ക് ഞങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്തു. അങ്ങനെ വളരെ മൾട്ടി ഫാസറ്റഡ് ആയിട്ടുള്ള ഒരു എഫേർട്ടിൻ്റെ ഫലമാണ്, കഴിഞ്ഞ ആക്റ്റീവായ ഒരു 5-8 വർഷങ്ങളുടെ കൂട്ടായ പ്രവർത്തന ഫലമാണ് ഈ സിനിമ. പിന്നെ ഈ ലാംഗ്വേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൊങ്കണി എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പോലും കൊങ്കണി ഈ യജമാനന്മാരുടെ ഭാഷയായ കൊങ്കണി അല്ല. ഗോവയിലെ കൊങ്കണിയോ ബാംഗ്ലൂരിലെയോ കൊച്ചിയിലെയോ കൊങ്കണിയല്ല. ഈ കൊങ്കണി സിദ്ധി കൊങ്കണിയാണ്. ഇത് ഫോർമൽ അടിമ സമൂഹങ്ങളിൽ ലോകത്തെല്ലായിടത്തും ചെയ്യുന്നത് പോലെ യജമാനന്മാരുടെ ഭാഷയെ അത് വേറൊരു തലത്തിൽ അവരുടേതാക്കി മാറ്റുകയും യജമാനന്മാർക്ക് ഇൻകോംപ്രിഹെൻസിബിൾ ആയിട്ടുള്ള ഒരു ഭാഷ, ഒരു ക്രയോളി ഭാഷയാക്കി അവർ ഡെവലപ്പ് ചെയ്യുന്നു. ഇപ്പോൾ ഹെയ്റ്റിയിലെ ക്രയോൾ, ഫ്രഞ്ച് ക്രയോള്, ജമൈക്കയിലെ പാത്വ, ബ്രസീലിലെ ആഫ്രോ ലാറ്റിനോ, പോർച്ചുഗീസ് അല്ല, അതിൻ്റെ പോർച്ചുഗീസ് ക്രയോള്, അങ്ങനെ വൈവിധ്യപൂർണ്ണമാർന്ന ലോകത്താകമാനമുള്ള എല്ലാ കോണ്ടിനെൻറ്റിലുള്ള ആഫ്രിക്കൻ ഡയസ്പോറയ്ക്ക് ചെയ്യുന്നത് പോലെ തന്നെ ഇവിടെയും ഈ ഫോർമൽ സ്ലേവ് കമ്മ്യൂണിറ്റി സ്വാഭാവികമായും അവരുടെ ഭാഷ ഡെവലപ്പ് ചെയ്തു. സിദ്ധി ഭാഷ എന്നാണ് പറയുന്നത്. ഈ സിദ്ധി ഭാഷ റിയൽ കൊങ്കണി അല്ല.
പക്ഷേ ഈ സിന്ധി ഭാഷ ആ തരത്തിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് ഭാഷ എന്ന നിലയിൽ ഇന്ത്യ ഗവൺമെൻറ് അംഗീകരിക്കാത്തതുകൊണ്ട് നിയറസ്റ്റ് ഓപ്രസറുടെ ലാംഗ്വേജ് ആണെങ്കിൽ പോലും കൊങ്കിണിയിലേക്ക് ടാഗ് ചെയ്ത് ഞങ്ങൾ അവതരിപ്പിക്കുന്നതേ ഉള്ളൂ. ഈ ഭാഷയിലുണ്ടാകുന്ന ആദ്യത്തെ ഫിലിമാണ്.